പരിശുദ്ധതയുടെ പറുദീസ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്നത് ബദനി വിശുദ്ധരെ പറ്റിയാണ്. വിശുദ്ധ സുവിശേഷങ്ങളിൽ യേശുവിനെ കൂടുതൽ സ്നേഹിക്കുകയും യേശു കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന 3 വിശുദ്ധരെ നമ്മൾ കാണുന്നുണ്ട്. യേശുവിനും ശിഷ്യന്മാർക്കും വളരെ സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലുവാൻ സാധിക്കുന്ന ഒരു കുടുംബം, അവരോടൊപ്പമായിരിക്കുവാനും അവരോട് ഒപ്പം സമയം ചെലവഴിക്കുവാനുമായിട്ട് യേശുവും ശിഷ്യന്മാരും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ പേര് നമ്മൾ കാണുന്നുണ്ട്, ബദനി. ബദനി എന്നത് ഒരു ഗ്രാമത്തിൻ്റെ പേര് കൂടിയാണ്. മർത്തയും മറിയവും ലാസറുമാണ് ഈ ഭവനത്തിൽ താമസിക്കുന്ന സഹോദരങ്ങൾ. പലയാവർത്തി യേശു ബദനിയിലേക്ക് കടന്നു ചെല്ലുന്നതായും ബദനിയിലെ മർത്തയോടും മറിയത്തോടും ലാസറിനോടുമൊപ്പം സമയം ചെലവഴിക്കുന്നതായും സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിലും ബദനിയിലെ വിശുദ്ധരും യേശുവും തമ്മിലുള്ള ശക്തമായ ഒരു ആത്മബന്ധത്തിൻ്റെ അനുഭവം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എത്രമാത്രം ആത്മബന്ധത്തോടും സ്നേഹത്തോടും സഹകരണത്തോടും കൂടിയാണ് യേശുവിനെ ഈ കുടുംബം സ്വീകരിച്ചിരുന്നതെന്നും യേശു എത്രമാത്രം ആത്മബന്ധത്തോടെയാണ് ഈ കുടുംബത്തെ തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നതെന്നും ഈ വചനഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബദനിയിലെ വിശുദ്ധരായ വിശുദ്ധ മർത്ത, മറിയം, ലാസർ എന്നിവർ പ്രതീകങ്ങളാണെന്ന് വേദശാസ്ത്രജ്ഞന്മാർ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മർത്ത പ്രവർത്തനത്തിൻ്റെ പ്രതീകമാണ്. വിശുദ്ധ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ എഴുതുന്നത് ഇപ്രകാരമാണ്: പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. അപ്പോൾ വിശുദ്ധ മർത്തയെ പ്രവൃത്തിയുടെ മധ്യസ്ഥയായിട്ടാണ്, പ്രവൃത്തി ജീവിതത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. യേശുവിനെയും ശിഷ്യന്മാരെയും സ്വീകരിക്കാനായിട്ട് വളരെ ബന്ധപ്പെട്ട് വിശുദ്ധ മർത്ത പരിശ്രമിക്കുകയാണ്. ബദനിയിലേക്ക് യേശു വരുന്നു എന്ന് കേൾക്കുമ്പോഴൊക്കെ ഓടിച്ചെന്ന് യേശുവിനെ സ്വീകരിക്കാനായിട്ടും യേശുവിനെ പരിചരിക്കാനായിട്ടും യേശുവിനും ശിഷ്യന്മാർക്കും വേണ്ട ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നതിനും വളരെ സൗകര്യപ്രദമായിട്ട് അവരെ ഭവനത്തിൽ സ്വീകരിക്കാനുമായിട്ട് മർത്തയുടെ ഹൃദയം തുടിക്കുന്നുണ്ട്. ലാസറിൻ്റെ കുഴിമാടത്തിലേക്ക് കടന്നു വരുന്ന യേശുവിൻ്റെ അടുത്തേക്ക് മർത്ത ഓടുന്നുണ്ട്. വീട്ടിലേക്ക് കടന്നു വരുന്ന യേശുവിൻ്റെ അടുത്ത് പാദത്തിങ്കിലിരുന്ന മറിയം വചനം കേൾക്കുമ്പോൾ മർത്ത വല്ലാണ്ട് പരിഭ്രമിച്ച് ഓടുകയാണ് യേശുവിനെ സ്വീകരിക്കാനായിട്ട്. നമ്മൾ കാണുന്ന വിശുദ്ധ മർത്തയുടെ സവിശേഷത എന്നത് പ്രവൃത്തിയുടെ ഒരു ജീവിതമാണ്. ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസ ജീവിതത്തെ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വാക്കുകളും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനി, പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു ക്രിസ്ത്യാനി, ക്രിസ്തു സ്നേഹത്തിൽ ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി, ക്രിസ്തുവിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി പരാജയപ്പെട്ടു പോകുന്ന മേഖല എവിടെയാണെന്ന് ചോദിച്ചാൽ, താൻ മറ്റുള്ളവരോട് പറയുന്ന ക്രിസ്തു സുവിശേഷം തന്നോട് തന്നെ പറയുവാനും
മറ്റുള്ളവരെ നിർബന്ധിച്ച് പാലിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ക്രിസ്തുവിൻ്റെ നന്മയുടെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, നമുക്ക് വചനം വായിക്കാൻ എളുപ്പമാണ്. പക്ഷേ വായിക്കുന്ന വചനങ്ങളെ ധ്യാനിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മർത്ത വലിയ മാതൃകയായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ക്രിസ്തുവിനോടുള്ള സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രകടമാക്കാനായിട്ട് മർത്ത ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള തൻ്റെ ആത്മബന്ധം, ക്രിസ്തുവിനോടുള്ള അടുപ്പം തൻ്റെ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കാനായിട്ട് മർത്ത ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു എൻ്റെ വീട്ടിലേക്ക് വരുന്നു, ഒരു ബുദ്ധിമുട്ടും അവനുണ്ടാകരുത്, ഒരു കുറവും അവനുണ്ടാകരുത്, അവനെ പരിഗണിച്ചില്ല എന്നൊരു തോന്നൽ അവനുണ്ടാകരുത്. മർത്ത കടന്ന് ഓടുന്നത്, മർത്ത പാടുപെടുന്നത്, മർത്ത ബന്ധപ്പെടുന്നത് ക്രിസ്തുവിനെ അവൻ അർഹിക്കുന്ന എല്ലാ ബഹുമാനത്തോടും അവൻ ആഗ്രഹിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളോടും കൂടി സ്വീകരിക്കുക, പരിഗണിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ആത്മാർത്ഥതയിൽ നിന്നാണ് തൻ്റെ സഹോദരി മറിയത്തെക്കുറിച്ച് പരാതി പറയുവാൻ പോലും മർത്ത തയ്യാറാകുന്നത്. നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു അവരുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. മറിയം യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് വചനം കേൾക്കുക മാത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് മർത്ത ഓടി വന്നിട്ട് പറയുന്നത്, യേശുവേ, നിന്നെ പരിചരിക്കാനായിട്ട് ഞാനിവിടെ പെടാപ്പാട് പെടുകയാണ്. എന്നാൽ ഇതാ എൻ്റെ സഹോദരി എന്നെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല. മർത്ത ഇത് പറയുന്നത് മറിയത്തോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് എൻ്റെ 2 കരങ്ങൾ കൊണ്ട് യേശുവിന് വേണ്ടി ഞാൻ കാര്യങ്ങൾ ഒരുക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ അതിൽ കുറവുകൾ വന്നേക്കാം. 2 കണ്ണുകൊണ്ടും 2 കൈ കൊണ്ടും ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറവ് വന്നേക്കാം. അപ്പം 4 കണ്ണുകളും 4 കൈകളും വന്നു കഴിയുമ്പോൾ ആ കുറവുകൾ കുറേ കൂടി പരിഹരിക്കപ്പെട്ടേക്കാം എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് മർത്ത യേശുവിനോട് പറയുന്നത്, യേശുവേ, എൻ്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടേക്കുന്നു നിന്നെ ശുശ്രൂഷിക്കാൻ. നോക്കിക്കേ, എന്തൊരു ആത്മബന്ധമാണല്ലേ യേശുവിനോടുള്ളത്. തൻ്റെ സഹോദരിയെക്കുറിച്ച് പോലും ഇങ്ങനെ ചിന്തിക്കുന്നത് സഹോദരിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, യേശുവിനോടുള്ള ആത്മബന്ധം കൊണ്ടാണ്. ഒരു തരത്തിലും യേശുവിന് ബുദ്ധിമുട്ടുണ്ടാകരുത്, ഒരു തരത്തിലും യേശുവിന് കുറവുണ്ടാകരുത്. കാരണം വേറെ ആര് വീട്ടിൽ വന്ന് പോയാലും നമുക്ക് വിഷയമില്ല. പക്ഷേ യേശു അത്രമാത്രം ബഹുമാനിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തിത്വം, ദൈവപുത്രൻ, അവനെ അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ മർത്ത നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: വില കൊടുത്ത് യേശുവിനെ സ്വീകരിക്കുവാനും വില കൊടുത്ത് യേശുവിനെ സ്നേഹിക്കുവാനും വില കൊടുത്ത് യേശുവിനെ ജീവിതത്തിൽ നിലനിർത്തുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. മർത്ത ചോദിക്കുന്ന 2ാമത്തെ ചോദ്യം, ഒരതിഥിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് അനേകർ കടന്നു വരുന്നുണ്ട്. ഒരതിഥിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് അനേകർ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ വഴി കണ്ടുമുട്ടും. എത്രയോ പേരെ നമ്മൾ വഴി കണ്ടുമുട്ടുന്നുണ്ട്. ചായ കുടിച്ചിറങ്ങുമ്പോൾ എത്രയോ ഭിക്ഷക്കാർ വന്ന് നമ്മുടെ കൺമുൻപിൽ കൈ നീട്ടുന്നുണ്ട്. നമ്മൾ യാത്രയിൽ എത്രയോ പേരോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എത്രയോ പേര്, എത്രയോ വ്യക്തികൾ അതിഥികളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരു പരിഗണന നമ്മളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഇവരോടൊക്കെ ഒരു ബഹുമാനവും സ്നേഹവും ആദരവും ഒരു കരുതലും ഒരു ദയയും ഒരു കരുണയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തോന്നുന്നുണ്ട്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശുവിനെ അതിഥിയായി സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ പരിഗണിച്ച് യേശുവിനെ പരിചരിക്കുന്ന മർത്ത ഒരുപാട് ബദ്ധപ്പാട് ജീവിതത്തിൽ സഹിക്കുന്നുണ്ട്. യേശുവിനെ സ്വീകരിച്ചതുപോലെ നമ്മളോട് മർത്ത ആവശ്യപ്പെടുന്നത്, ഞാൻ യേശുവിനെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കണം. അതുപോലെ തന്നെ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ കൺമുൻപിൽ വരുന്ന എല്ലാവരെയും നിങ്ങൾ സ്വീകരിക്കണം. അപ്പോഴാണ് വിശ്വാസം പ്രവൃത്തി തലത്തിൽ ബലപ്പെടുന്നത്.
അപ്പോഴാണ് നമ്മൾ വിശ്വാസവും വചനവും ഒക്കെ ജീവിക്കുന്നവരായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, മർത്തയുടെ ജീവിതത്തെ വെച്ച് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. അനേകർ അതിഥിയായി വരുന്നില്ലേ? യേശു അതിഥിയായി വരുന്നില്ലേ? എങ്ങനെയാണ് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് മറ്റുള്ളവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുന്നത്? ബഥനിയിലെ വിശുദ്ധയായിട്ട് രണ്ടാമത് നമ്മൾ കാണുന്നത് വിശുദ്ധ മറിയത്തെയാണ്. ഒരുപക്ഷെ സംസാരങ്ങളൊന്നുമില്ലാതെ തമ്പുരാൻ്റെ സന്നിധിയിലിരിക്കുന്ന ഒരു വിശുദ്ധ. ബൈബിൾ പറയുന്നത് ഇതാണ്: മറിയം അവൻ്റെ പാദാന്തികത്തിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. മറിയം അവൻ്റെ പാദാന്തികത്തിലിരുന്ന് അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു, വചനം കേട്ടുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, അവളവിടെ വെറുതെ ഇരുന്നു. അവളുടെ സഹോദരി അവനെ സ്വീകരിക്കാനായിട്ട് പരിശ്രമിച്ചു. ഈ വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇത് വിശ്വാസ ജീവിതത്തിൻ്റെ മറ്റൊരു തലമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ മറ്റൊരു തലം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണ്. മർത്ത വന്ന് യേശുവിനോട് പരാതി പറയുന്നു, എൻ്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടിരിക്കുന്നു. അപ്പോൾ യേശു മർത്തയോട് പറയുന്നൊരു കാര്യമുണ്ട്. മറിയത്തെ പിന്തുണച്ചുകൊണ്ട് മർത്തയോട് പറയുന്നൊരു കാര്യമുണ്ട്. മർത്ത, നീ അനേകം കാര്യങ്ങളിൽ വ്യാപൃതയാണ്, എന്നാൽ ആവശ്യമായ ഏക കാര്യം മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായി എന്ന് തോന്നിയേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തോന്നിയേക്കാം. മറിയം ആവശ്യമായ ഏക കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് യേശു പറയുന്നതിൻ്റെ അർത്ഥം മർത്ത തെറ്റാണെന്നല്ല, അല്ലെങ്കിൽ മർത്ത ചെയ്യുന്നതൊന്നും ശരിയല്ലെന്നോ മർത്ത പറയുന്നതൊന്നും ശരിയല്ലെന്നോ എന്നല്ല അർത്ഥം. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് യേശുവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒത്തിരി ഓടുന്നു, നമ്മൾ ഒത്തിരി ബന്ധപ്പെടുന്നു. പക്ഷേ യേശുവിനെ സ്വീകരിക്കാൻ ആവശ്യമായ ഏക കാര്യമെന്ന് പറയുന്നത് അവൻ്റെ വചനം വായിക്കുക, അവൻ്റെ വചനം ജീവിക്കുക എന്നതാണ്. അപ്പോൾ മർത്തയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മർത്ത ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു ചിന്ത നമുക്ക് വരും. അല്ല, ഒരിക്കലുമല്ല. മർത്ത ചെയ്യുന്നത് തെറ്റല്ല. മർത്ത മറിയത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതായത് യേശുവിനെ സ്വന്തമാക്കുവാനും യേശുവിനെ സ്വീകരിക്കുവാനും യേശുവിനെ ഏറ്റെടുക്കുവാനുമുള്ള ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏക കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ വചനം വായിക്കുക, പരിശുദ്ധ വചനം സ്വീകരിക്കുക, പരിശുദ്ധ വചനം ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വചനം ജീവിച്ചിട്ട് ജീവിക്കുന്ന വചനം മറ്റുള്ളവരോട് പ്രഘോഷിക്കുക, മറ്റുള്ളവരെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുക, ഇതാണ് മർത്തയുടെ തലം എന്ന് പറയുന്നത്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്: പിന്നീട് അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചു, തന്നോടൊപ്പമായിരിക്കുക വചനം പ്രഘോഷിക്കാനായിട്ട് പോവുക. അപ്പോൾ മറിയത്തെ വേദശാസ്ത്രജ്ഞന്മാർ പ്രാർത്ഥനയുടെ പ്രതീകമായിട്ട് കാണുന്നുണ്ട്. തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വചനം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട്. അവനോടൊപ്പമായിരുന്നെങ്കിൽ മാത്രമേ അവനു വേണ്ടി അയക്കപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു മർത്തയോട് പറയുന്നത്, മറിയം ആവശ്യമായ ഏക കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, മറിയത്തെ പ്രാർത്ഥനയുടെ പ്രതീകമായിട്ട് നമ്മൾ കാണുമ്പോൾ, മർത്തയെ പ്രവർത്തനത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ കാണുമ്പോൾ, ലാസറിനെ നമ്മൾ കാണുന്നത് യേശുവുമായുള്ള ആഴമായ സ്നേഹബന്ധത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ്. ഒരക്ഷരം പോലും മിണ്ടാതെ യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ലാസറിനെ നമ്മൾ കാണുന്നുണ്ട്. ലാസർ പ്രത്യേകിച്ച് യേശുവിനോടൊന്നും പറയുന്നില്ല, യേശു പ്രത്യേകിച്ച് ലാസറിനോടും ഒന്നും പറയുന്നില്ല. പക്ഷേ യേശു ബൈബിളിൽ കരയുന്നത് ഈ ലാസറിൻ്റെ പേരിലാണ്. യേശു ബൈബിളിൽ കണ്ണീരൊഴുക്കുന്നത് ഈ ലാസറിൻ്റെ പേരിലാണ്. ഒരക്ഷരം പോലും പരസ്പരം മിണ്ടാതെ അടുത്തിരിക്കുന്ന യേശുവും ലാസറും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് നമ്മൾ കരുതും.
ബൈബിൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കങ്ങനെ തോന്നും. പക്ഷേ എവിടെയോ നിന്ന് ലാസർ മരിച്ച വിവരം യേശുവിനെ അറിയിക്കുക. ആത്മാവിൽ യേശു അറിയുകയാണ് ലാസർ മരിച്ചുവെന്ന്. ലാസർ മരിക്കുമ്പോൾ യേശു ബഥനിയിലില്ല, ആ പ്രദേശത്തെങ്ങുമില്ല. പക്ഷേ ആത്മാവിൽ യേശു അറിഞ്ഞു ലാസർ മരിച്ചുവെന്ന്. തൻ്റെ ശിഷ്യന്മാരെ കൂട്ടി അവൻ ജെറുസലേം ബഥനിയിലേക്ക് വരികയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, പോകരുത്, നിന്നെ അവർ കൊന്നുകളയും. യേശു പറഞ്ഞു, ഇല്ല, നമ്മുടെ സഹോദരൻ, നമ്മുടെ സുഹൃത്ത് ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്തണം. അങ്ങനെ ലാസറിൻ്റെ കുഴിമാടത്തിലേക്ക് യേശു വരികയാണ്. യേശു അവിടെ നിന്ന് കണ്ണീർ വാർത്ത് കരഞ്ഞു. അപ്പോൾ ചുറ്റും നിന്നവർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം ലാസറിനെ സ്നേഹിച്ചിരുന്നുവെന്ന്. അങ്ങനെ ലാസറിൻ്റെ കുഴിമാടത്തിൽ നിന്നുകൊണ്ട് യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആദ്യം നന്ദിയുടെ ഒരു പ്രാർത്ഥന പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്നുണ്ട്. പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും നീ കേട്ടു എന്നും ഞാൻ അറിയുന്നു. നന്ദിയുടെ അനുഗ്രഹീതമായ വചസ്സുകൾ യേശു തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷം കുഴിമാടത്തിൽ നിന്ന് ദിഗന്ധങ്ങളെ നടുക്കുമാർ ലാസറിനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. ചുറ്റും നിന്നവരൊക്കെ പറഞ്ഞു, ഇവനെന്താണ് ഈ കാണിക്കാൻ പോകുന്നത്? ലാസർ മരിച്ചിട്ട് 4 ദിവസമായില്ലേ? അഴുകിത്തുടങ്ങിയ അവൻ്റെ ശരീരം. യേശു ഇതൊന്നും വകവയ്ക്കാതെ പ്രാർത്ഥിച്ചിട്ട് ലാസറിനോട് പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. വലിയ അത്ഭുതം നടക്കുകയാണ്. പിന്നീട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. യേശുവിൻ്റെ മരണത്തിനുള്ള പെട്ടെന്നുണ്ടായ കാരണമെന്ന് പറയുന്നത് ലാസറിനെ ഉയർപ്പിച്ചതാണ്. കാരണം അവസാനം പ്രധാന പുരോഹിതൻ വിധി എഴുതുകയാണ്, നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. നോക്കൂ, നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ലാസറിനെ ഉയർപ്പിച്ചതാണ് യേശുവിൻ്റെ പെട്ടെന്നുള്ള മരണത്തിനുള്ള കാരണമെന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, നമ്മൾ വായിക്കുന്നു. അപ്പോൾ ലാസറും യേശുവും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധമില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ലാസറിൻ്റെ കുഴിമാടത്തിൽ നിന്ന് കണ്ണീരൊഴുക്കുന്ന യേശുവിൻ്റെ മുഖം നമുക്കാർക്കും മറക്കാൻ സാധിക്കില്ല. യേശുവും ലാസറും തമ്മിലുള്ള ആത്മബന്ധം എത്ര ആഴമായിരുന്നു, യേശുവും ലാസറും തമ്മിലുള്ള ആത്മബന്ധത്തിന് എത്രമാത്രം ആഴമുണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരൊറ്റ ചിത്രത്തിൽ നിന്ന്, അവൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഉത്ഥാനത്തിൻ്റെ പ്രതീകമായിട്ട്, യേശുവുമായിട്ടുള്ള ആഴമായ ഹൃദയബന്ധത്തിൻ്റെ പ്രതീകമായിട്ട് ലാസർ നിൽക്കുന്നു. ഈ ലാസർ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യവും ഇത് തന്നെയാണ്. യേശുവിനെ ഉള്ളം തുറന്ന് സ്നേഹിച്ചാൽ, നമ്മുടെ ഒരാഗ്രഹവും അവനോട് പറയാതെ, പ്രത്യേകിച്ച് ഒരു നിബന്ധനകളും നിർബന്ധങ്ങളുമില്ലാതെ അവൻ്റെ സന്നിധിയിൽ വെറുതെ ഇരിക്കുക, അവൻ്റെ ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക, അവൻ്റെ വാക്കുകളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഉത്ഥാനത്തിൻ്റെ പ്രതീകമായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ബഥനിയിലെ വിശുദ്ധ മർത്ത, വിശുദ്ധ മറിയം, വിശുദ്ധ ലാസർ, ഇവർ 3 പേരും 3 വ്യത്യസ്ത വ്യക്തികളായിട്ട് നമ്മുടെ മുൻപിൽ ചിത്രീകരിക്കപ്പെടുന്നു എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏകോപിപ്പിക്കപ്പെടേണ്ട 3 സ്വഭാവങ്ങളാണ് ഈ 3 വ്യക്തികളും. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ശക്തിപ്പെടേണ്ട, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന 3 സ്വഭാവ സവിശേഷതകളാണ് ഈ 3 വ്യക്തികളും. മർത്ത പ്രവൃത്തിയുടെ പ്രതീകമായിട്ട് നിൽക്കുന്നു, മറിയം പ്രാർത്ഥനയുടെ പ്രതീകമായിട്ട് നിൽക്കുന്നു, ലാസർ ആഴമായ സ്നേഹബന്ധത്തിൻ്റെയും ഉയർപ്പിൻ്റെയും പ്രതീകമായിട്ട് നിൽക്കുന്നു. പലപ്പോഴും യേശുവിനോട് ആത്മബന്ധം ഉണ്ട് എന്ന് നമ്മൾ കരുതുമ്പോഴും മറിയത്തെപ്പോലെ അവൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനോ, മറിയത്തെപ്പോലെ അവൻ്റെ പാദാന്തികത്തിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ വചനങ്ങളെ ശ്രവിക്കുവാനോ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ പലപ്പോഴും ദൈവവചനം ജീവിക്കുന്നുവെന്ന് കരുതുമ്പോഴും, ദൈവവചനം വിശ്വസിക്കുന്നുവെന്ന് കരുതുമ്പോഴും മർത്തയെപ്പോലെ ആ വചനത്തിനു വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് ആ വചനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ജീവിതത്തിൻ്റെ ചില നിർണായക നിമിഷങ്ങളിൽ കടന്നു വന്നെന്നെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ആത്മബന്ധം, ഒരു ഉത്ഥാനത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം,
ഞാനൊരു മർത്തയായിട്ടും മറിയമായിട്ടും ലാസറായിട്ടും രൂപപ്പെടുന്നിടത്താണ് എൻ്റെ ക്രൈസ്തവ ജീവിതം അനുഗ്രഹീതമായിട്ട് മാറുന്നത്, എൻ്റെ ക്രൈസ്തവ ജീവിതം ഉയർത്തപ്പെടുന്നത്. ഞാൻ മർത്തയായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവനല്ല, ഞാൻ മറിയമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവനല്ല, ഞാൻ ലാസറായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവനല്ല. ഇവർ 3 പേരും ഒരുപോലെ എൻ്റെ ഉള്ളിൽ രൂപപ്പെടണം. ഞാൻ മർത്തയും മറിയവും ലാസറുമായെങ്കിൽ മാത്രമേ യേശു കടന്നു വരുന്ന ബദനി എന്ന ഭവനമായിട്ട് മാറാൻ സാധിക്കത്തുള്ളൂ. സ്നേഹപൂർവം യേശുവിനെയും ശിഷ്യന്മാരെയും സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബമായിട്ട്, ഒരു ജീവിതമായിട്ട് എൻ്റെ ജീവിതവും എൻ്റെ ഭവനവും മാറുകയുള്ളൂ. ബദനിയിലെ മർത്തയും മറിയവും ലാസറും ആകുവാനുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമ്മെ സഹായിക്കും. നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവാനുഭവത്തിൻ്റെ ദൈവകൃപയുടെ അനുഭവം ജീവിതത്തിൽ കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മർത്തയും മറിയവും ലാസറുമായിട്ട് നമ്മൾ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. യേശുവിനോടൊപ്പം നടക്കുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവർക്ക് യഥാർത്ഥത്തിൽ പരസ്യ ജീവിതകാലത്ത് യേശുവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത് ഈ ഭാവങ്ങൾ ഇവരുടെ ജീവിതത്തെ അത്രമേൽ സ്വാധീനിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് യേശു എപ്പോഴും ബദനിയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചിരുന്നത് എന്നും, എന്തുകൊണ്ടാണ് യേശുവിനെ എപ്പോഴും ബദനിയിൽ സ്വീകരിക്കുവാനായിട്ട് ഈ സഹോദരങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്നും ഉള്ളതിൻ്റെ ഏക ഉത്തരം ഈ ഒരു ആത്മബന്ധമാണ്, ഈ ഒരു സ്നേഹബന്ധമാണ്. അതായത് ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹബന്ധമാണ്. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് നഷ്ടപ്പെടും എന്നുള്ളത് ചിന്തിച്ചിട്ട് ഉള്ള ഒരു സ്നേഹബന്ധമല്ല, വളരെ നിസ്വാർത്ഥമായ ഒരു സ്നേഹബന്ധം. ലാസറിൻ്റെ കുഴിമാടത്തിൽ നിന്ന് കണ്ണീരൊഴുക്കുന്ന യേശുവിൻ്റെ ഈ മുഖത്ത് നിന്ന് ഈ നിസ്വാർത്ഥമായ സ്നേഹബന്ധത്തിൻ്റെ ആഴം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. മർത്തയും മറിയവും ലാസറും മത്സരിച്ച് യേശുവിനെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിൽ ചില പരിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പരാതി പറയുന്നത് പോലും യേശുവിനോടാണ്. യേശുവിനല്ലാതെ മറ്റൊരാൾക്കും അവരുടെ കുടുംബത്തിൽ, അവരുടെ സ്നേഹബന്ധത്തിൽ അവർ ഇടം നൽകുന്നില്ല. ഇത്രയും ആത്മാർത്ഥമായൊരു സ്നേഹബന്ധത്തിൻ്റെ ആഴമാണ് ബദനിയെ യേശുവിൻ്റെ ഹൃദയത്തിനിണങ്ങിയതും യേശുവിന് പ്രിയപ്പെട്ടതും ആക്കി മാറ്റുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ബദനിയായിട്ട് പരിണമിക്കണം. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ബദനിയായിട്ട് രൂപാന്തരപ്പെടണം. പ്രവർത്തിക്കുവാൻ സമയം കണ്ടെത്തിയ മർത്തയെപ്പോലെ, തമ്പുരാൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിട്ടിരിക്കുവാൻ സമയം കണ്ടെത്തി വചനം കേൾക്കുന്ന മറിയത്തെപ്പോലെ, ഒരക്ഷരം പോലും മിണ്ടുന്നില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന ലാസറിനെ പോലെ നമ്മുടെ ജീവിതത്തെയും നമുക്ക് ക്രമീകരിക്കാം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നു, നമ്മൾ പലപ്പോഴും ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപൃതരാകുന്നു, നമ്മൾ പലപ്പോഴും യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ആക്കുന്നു എന്ന് പറയുമ്പോഴും ഈ 3 ഭാവങ്ങളിലൂടെ അവനെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ 3 ഭാവങ്ങളിലൂടെ, മർത്ത മറിയം ലാസർ എന്ന 3 ഭാവങ്ങളിലൂടെ യേശുവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരായിട്ട് മാറാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. പ്രഭാത യാമത്തിലും സന്ധ്യായാമത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ക്രിസ്തുവുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിൽ, ഒരു സ്നേഹബന്ധത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പരസ്പര പൂരകങ്ങളായി തീരുന്നിടത്താണ് കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രാർത്ഥന പ്രവർത്തനത്തിനും, പ്രവർത്തനം യേശുവുമായുള്ള ആഴമായ സ്നേഹബന്ധത്തിനും
പൂരകങ്ങളായിട്ട് മാറണം. പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും ആഴമായ സ്നേഹബന്ധം കൊണ്ടും, അല്ലെങ്കിൽ ഒരക്ഷരം പോലും ഉരിയാടാതെ അവൻ്റെ സന്നിധിയിലിരിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അത് നിൻ്റെ കൃപ, നിൻ്റെ ഹിതം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മർത്താ മറിയം ലാസറിനെ പോലെ നമ്മുടെയും ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ബദനി വിശുദ്ധർ അതിന് നമ്മെ സഹായിക്കട്ടെ.